വർഷത്തെ നോമ്പുകാല ദിനങ്ങളിൽ UAE സെന്റർ സേവികാ സംഘമായി നടത്തപ്പെടുന്ന സ്നേഹധ്വനി എന്ന പേരിലുള്ള വചന ധ്യാന പരമ്പരയിൽ പങ്കാളിയാകാൻ സാധിച്ചതിനാൽ സ്തോത്രം കരേറ്റുന്നു. ഇന്നത്തെ നമ്മുടെ അല്പസമയത്തെ ധ്യാനത്തിന് റോമർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം 24-ാം വാക്യം. നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിനേൽപ്പിച്ചു നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചുമിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു. 1 കൊരിന്ത്യർ 15-ാം അധ്യായം 3-ാം വാക്യം. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്കു വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു. ഈ വചനങ്ങളെ അടിസ്ഥാനമാക്കി 2 ചിന്തകൾ നമുക്ക് പങ്കുവയ്ക്കാം. ഒന്നാമതായി, നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി മരിച്ചവനായ ക്രിസ്തു. ക്രിസ്തുവിന്റെ മഹാസ്നേഹത്താൽ വീണ്ടെടുക്കപ്പെട്ട ജനമാണ് നമ്മൾ. മനുഷ്യകുലത്തിന്റെ വീണ്ടെടുപ്പിന് ക്രിസ്തു നമ്മോട് കാണിച്ച കരുണയത്രേ ക്രിസ്തുവിന്റെ പീഡാനുഭവം. ദൈവ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ പാപത്തിൽ നിപതിച്ച് ദൈവ തേജസ് നഷ്ടപ്പെട്ടു. ദൈവ കോപത്തിന് ഇരയായി. പാപികളായിരിക്കുന്ന നമുക്ക് വേണ്ടി ക്രിസ്തു ക്രൂശിൽ മരിച്ചു. നമ്മളെ ഉയർത്താൻ വന്നവനായ കർത്താവ് നമ്മുടെ ബന്ധനങ്ങൾക്ക് വേണ്ടി ബന്ധിക്കപ്പെട്ടവനായ ക്രിസ്തു. നമ്മുടെ മോക്ഷത്തിന്റെ വാതിലുകളെ തുറക്കാൻ അവൻ നമുക്ക് വേണ്ടി ചെയ്ത മഹാത്യാഗത്തെ പറ്റി ഓർക്കുവാനും നമ്മെ തന്നെ സമർപ്പിക്കുവാനും ഈ കാലങ്ങൾ നമുക്ക് ഇടയാകണം. രണ്ടാമതായി, നീതീകരണത്തിനായി ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു. നോമ്പുകാലം അവനവനിലേക്ക് തന്നെയുള്ള ഒരു തിരിഞ്ഞുനോട്ടത്തിന്റെ കാലമാണ്. പാപിയായ മനുഷ്യനോടുള്ള സ്നേഹമത്രേ യേശുവിന്റെ ക്രൂശിന് ഹേതുവായി ഭവിക്കുന്നത്. പാപികളെ നീതീകരിക്കുന്നതിന് ദൈവം തന്റെ സ്നേഹത്തിൽ സ്വയം ഏറ്റെടുത്ത പ്രവർത്തനവും അതിനു കൊടുത്ത വിലയുമാണ് ക്രിസ്തുവിന്റെ ക്രൂശ്. നമ്മുടെ പാപ അവസ്ഥയെക്കുറിച്ചും അത് ദൈവഹൃദയത്തിന് വരുത്തുന്ന ആഘാതം, നമ്മുടെ പാപമോചനത്തിന് ദൈവം കൊടുത്ത വില, ക്രിസ്തു നമുക്ക് വേണ്ടി സഹിച്ച പീഡ അനുഭവം, ഇവയെക്കുറിച്ചുള്ള ബോധം നമ്മിൽ ഉണരുമ്പോൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചുമുള്ള ഉൾബോധം നമ്മിൽ ഉളവാകും. വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുവാൻ ക്രിസ്തുവിനു വേണ്ടി ദേഹവും ദേഹിയും സമസ്തവും അവന് വേണ്ടി സമർപ്പിക്കുവാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കണം. നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി മരിച്ച ക്രിസ്തു അവന്റെ സ്നേഹത്തിലും കരുണയിലും നീതീകരണം പ്രാപിക്കുവാൻ ദൈവം നമ്മെ എല്ലാവരെയും ഇടയാക്കട്ടെ. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്